ഹലോ ജെ ആസ്പിരൻസ്, നിങ്ങൾ ജെ എക്സാം എഴുതി മെയിൻസ് ആണെങ്കിൽ അഡ്വാൻസ് ആണെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു NIT IIT നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇറ്റ്സ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അഥവാ CSE. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻസ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പെർസെൻറ്റേജ് വേണം, അഥവാ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എത്രത്തോളം റാങ്ക് വേണം ഇന്ത്യയിലെ ടോപ്പ് NITസിൽ, അല്ലെങ്കിൽ Tier 1, Tier 2, Tier 3 ഏത് NIT എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം റാങ്ക് വേണം അഡ്മിഷന് വേണ്ടി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Tier 1, Tier 2, Tier 3 എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, NITസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബേസിക്കലി ഇത് NIRF റാങ്കിങ്ങിൻ്റെ ബേസിലൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ Tier 1 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി നമ്പർ 1 NIT എന്നറിയപ്പെടുന്ന NIT തൃച്ചി കാണാൻ പറ്റുന്നുണ്ട്. ദെൻ NIT കർണാടക അഥവാ NIT സുരത്കൽ, NIT റൂർക്കലയുണ്ട്, NIT വാരങ്കൽ, NIT കാലിക്കറ്റ്, NIT നാഗ്പൂർ, ദുർഗാപൂർ, സൂരത്ത്, ജയ്പൂർ, അലഹബാദ് ആൻഡ് കുരുക്ഷേത്ര. ഇതാണ് Tier 1 വരുന്ന NITs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 10 NITs. ഓക്കെ, അതുപോലെ നമുക്ക് Tier 2 ഉണ്ട്, Tier 3 ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് ഈ വീഡിയോയിൽ, നമ്മൾ Tier 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഏത് NITസിൽ കയറണമെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വേണം, അഥവാ എത്രത്തോളം റാങ്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് വേണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ NIT റിസർവേഷൻ പോളിസിയെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഹോം സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ സീറ്റിൻ്റെ 50% കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ NIT കാലിക്കറ്റിലാണെങ്കിൽ കേരളത്തിലെ കുട്ടികൾക്കാണ് മൊത്തം സീറ്റിൻ്റെ 50% സീറ്റ് ഉള്ളത്, ആൻഡ് അതർ സ്റ്റേറ്റിന് 50% ആണ്. ഓക്കെ, ഇനി കാറ്റഗറി വൈസ് എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നമുക്കൊരു റാങ്ക് വരും. നമ്മളുടെ എക്സാമിൻ്റെ ബേസിൽ നമുക്കൊരു ജനറൽ ലിസ്റ്റിൽ നമുക്ക് റാങ്ക് വരുന്നതാണ്. നമ്മൾ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ EWS കാറ്റഗറിക്കാർക്ക് ഒരു 10% റിസർവേഷൻ ഉണ്ട്. ഇനി അത് OBC നോൺ ക്രീമി ലെയർ ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് 27% അവിടെ ഒരു റിസർവേഷൻ ഉണ്ട്. ആൻഡ് SC ആണെങ്കിൽ 15%, ആൻഡ് ST ആണെങ്കിൽ 7.5%. ഇനി നിങ്ങൾ PWD വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞുള്ള കാറ്റഗറീസിൻ്റെ ഒക്കെ 5% നിങ്ങൾക്ക് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ജെൻഡറിലേക്ക് പോവുകയാണെങ്കിൽ ഫീമെയിൽ ഓൺലി അറ്റ്ലീസ്റ്റ് 20% ഫീമെയിൽ സ്റ്റുഡൻസ് ഈസ് മസ്റ്റ്. അതായത് നിങ്ങൾ ഏതൊരു ബ്രാഞ്ച് എടുത്തിട്ടുണ്ടെങ്കിലും, ഏതൊരു NITയിൽ ഏതൊരു ബ്രാഞ്ച് എടുത്തിട്ടുണ്ടെങ്കിലും മൊത്തം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ 20% അത് ഫീമെയിൽസ് ആയിരിക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, അഡീഷണൽ സീറ്റ്സ് കൊടുക്കാം, അതായത് മൊത്തം 20% ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് Tier 1 NITസിൻ്റെ കട്ട് ഓഫ് നോക്കി വെക്കാം. സോ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 1 NIT ആയിട്ടുള്ള NIT തൃശ്ശൂരിയാണ്. സോ അതർ സ്റ്റേറ്റ് റാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 1224 വരെ കമ്പ്യൂട്ടർ സയൻസിൽ അവിടെ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇനി ഹോം സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5066 വരെ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 250 മാർക്കാണ്. സോ മൊത്തം 300 മാർക്കിൽ 250 മാർക്ക് നിങ്ങൾക്ക് എന്ത് വേണം, ഇവിടെ NIT തൃശ്ശിയിൽ അഡ്മിഷൻ, CS അഡ്മിഷന് പോസിബിൾ വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ വേണ്ട പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 99.9%. ഓക്കെ, സോ 99.9% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 99.9% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT തൃശ്ശിയിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്ത NIT സുരത്കൽ എടുത്തു നോക്കുകയാണെങ്കിൽ 1615 അതർ സ്റ്റേറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. ആൻഡ് ഇനി ഹോം സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ 2933. ഓക്കെ, ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 250 തന്നെയാണ്, 99.9%. ഓക്കെ, ഇനി NIT വാരങ്കിൽ എടുക്കുകയാണെങ്കിൽ 2186 അതർ സ്റ്റേറ്റിന് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഹോം സ്റ്റേറ്റിനാണെങ്കിൽ അത് 2804. ഓക്കെ, സോ അതിന് വേണ്ട മാർക്ക് എന്ന് പറഞ്ഞത് 250 മാർക്ക്, 99.9% ഈസ് റിക്വയർഡ്. ഓക്കെ, NIT റൂർക്കലയാണെങ്കിൽ 2940 അതർ സ്റ്റേറ്റിന്, ഹോം സ്റ്റേറ്റിനാണെങ്കിൽ 7807 വരെ പോയിട്ടുണ്ട്. ഓക്കെ, മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 235 മാർക്ക് മതി, അതായത് 99.8%. NIT അലഹബാദ് എടുക്കുകയാണെങ്കിൽ 4191 അതർ സ്റ്റേറ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളുടെ ഹോം സ്റ്റേറ്റിന് എടുക്കുകയാണെങ്കിൽ 5943, 235 മാർക്ക്, 99.8%. നമുക്കിനി NIT കാലിക്കറ്റ് എടുത്ത് നോക്കാം. നമ്മളുടെ NITയിൽ കഴിഞ്ഞ വർഷത്തെ അതർ സ്റ്റേറ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4482 വരെയുള്ള ആൾക്കാർക്ക് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ പോസിബിൾ ആയിരുന്നു. ആൻഡ് ഹോം സ്റ്റേറ്റ് ആണെങ്കിൽ 9271 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പറഞ്ഞിട്ടുള്ളത് എല്ലാം ജനറൽ കാറ്റഗറിയിലുള്ള കേട്ടോ. ഓക്കെ, സോ ജനറൽ റാങ്ക് CRL റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9271 വരെ പോയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 223 മാർക്കാണ്. ആൻഡ് പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 99.7%. ഓക്കെ, സോ നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് 99.7%
പെർസെൻറ്റേജ് റിക്വയർഡ് ആയിട്ടുണ്ട് ജനറൽ കാറ്റഗറി. ഓക്കെ, ഇനി ജയ്പൂർ എടുക്കുകയാണെങ്കിൽ 4711 അതർ സ്റ്റേറ്റിന്. ഹോം സ്റ്റേറ്റിനാണെങ്കിൽ അത് 5435 223 മാർക്ക്, 99.7%. നമുക്ക് ബാക്കി NITസിൻ്റെയും കൂടി നോക്കാം. നാഗ്പൂർ ആണെങ്കിൽ 5795 ആൻഡ് 7583 215 മാർക്ക്, 99.6%. ഓക്കെ, ബാക്കി 2 NIT അതായത് സുരത്ത് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും നിങ്ങൾക്കൊരു 99.5% CS കിട്ടാനായിട്ട് ആവശ്യമുണ്ട് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ. ആൻഡ് NIT കുരുക്ഷേത്ര ആൻഡ് ദുർഗാപൂർ എടുക്കുകയാണെങ്കിൽ NIT കുരുക്ഷേത്ര എടുക്കുകയാണെങ്കിൽ ഒരു 99.6% നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുണ്ട്. ആൻഡ് ദുർഗാപൂർ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 99.4% റിക്വയർഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് Tier 1 കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ. Tier 2 and 3 NITകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ NIT ഭോപ്പാൽ ഓക്കെ നോക്കി ഒരു 8830 മുതൽ അതർ സ്റ്റേറ്റിനും 30 വരെ അതർ സ്റ്റേറ്റിനും. ഇനി ഹോം സ്റ്റേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 10832. ഓക്കെ, സോ അതിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 203 മാർക്ക്, അതായത് 99.4%. ഓക്കെ, സോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ജംഷഡ്പൂർ അല്ലെങ്കിൽ ജലന്ധർ, സിൽച്ചർ, ഹാമിർപൂർ, റായ്പൂർ, ഗോവ, പട്ന ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 99% വരെയെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം കിട്ടിയിരിക്കണം. ഓക്കെ, സോ അതായത് ഒരു 99.45 ആ റേഞ്ചിൽ നിന്ന് ഒരു 99% വരെയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. NIT പാറ്റ്നയെങ്കിലും Tier 2 കോളേജ് ആയിട്ടുള്ള NIT ആയിട്ടുള്ള NIT പാറ്റ്നയെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം 99% എങ്കിലും ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് കിട്ടി തന്നെയാണ്. ഓക്കെ ഓക്കെ ബാക്കിയിലേക്കും കൂടി പോവുകയാണെങ്കിൽ സോ Tier 2 and 3 ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. സോ ശിവ്പൂർ ഉണ്ട്, NIT ഉത്തരാഖണ്ഡ് ഉണ്ട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, മേഘാലയ എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കി ഒരു 99% നമ്മൾ നേരത്തെ പറഞ്ഞുകൊടുത്തൊന്നും ഏറ്റവും ലോസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് NIT മിസോറാമിലാണ്. സോ അവിടെ ആണെങ്കിൽ വരെ നിങ്ങൾക്കൊരു 97.7%. ഓക്കെ, സോ നോർത്ത് ഈസ്റ്റ് NIT ആയിട്ടുള്ള NIT മിസോറാമിൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് സീറ്റ് നിങ്ങൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 97.7% എന്ത് ചെയ്യണം മിനിമം ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ഇനി നമുക്ക് അടുത്തത് കാറ്റഗറി വൈസ് കട്ട് ഓഫ് നോക്കി നോക്കാം. സോ എക്കണോമിക്കലി വീക്ക് സെക്ഷൻ്റെ അതായത് EWSൻ്റെ നമുക്ക് നോക്കി നോക്കാം. സോ NIT തൃച്ചിയിൽ നിങ്ങൾക്ക് EWS വഴി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയേ 201 റാങ്കിൻ്റെ ഉള്ളിൽ വരണം. ഓക്കെ, സോ ഓൾ ഇന്ത്യ റാങ്ക് 201 ഉള്ളിൽ നിങ്ങൾക്ക് JEE മെയിൻസിന് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് NIT തൃച്ചിയിൽ നിങ്ങൾക്ക് EWSൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴോട്ടെത്തി നിങ്ങൾക്ക് NIT മിസോറാമിലാണെങ്കിൽ അത് 5469 ഉള്ളിൽ ആവണം. ഓക്കെ, സോ അതായത് കാറ്റഗറി വൈസിൽ നിങ്ങൾ EWSൽ 201 ഉള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് NIT തൃച്ചി കിട്ടുള്ളൂ. ഓക്കെ, ഇനി EWS മൊത്തം റാങ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ 5469 വരെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും NIT മിസോറാം കിട്ടും. സോ ഇതാണ് EWSൻ്റെ അതർ സ്റ്റേറ്റ് കോട്ട. ഓക്കെ, അടുത്തത് നമുക്ക് ഹോം സ്റ്റേറ്റ് കോട്ട എടുത്തു നോക്കാം EWSൻ്റെ. സോ അതിൽ ഹോം സ്റ്റേറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ NIT വാരങ്കലിൽ 507 വരെ, അതായത് EWS മൊത്തം ലിസ്റ്റിൽ ഹോം സ്റ്റേറ്റിൽ 507 ഉള്ളിൽ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് NIT വാരങ്കലിൽ കിട്ടുന്നതാണ്. ആൻഡ് ഇനി ജയ്പൂർ എടുക്കുകയാണെങ്കിൽ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ EWSൽ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം EWS റാങ്കിൻ്റെ 957 ഉള്ളിൽ വന്നാൽ മതി. ഓക്കെ, 957 വരെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ NIT കാലിക്കറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 20059 വരെ EWS റാങ്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേറ്റ് കോട്ടയിൽ എന്ത് കിട്ടുന്നതാണ് NIT കാലിക്കറ്റിൽ CSE കിട്ടുന്നതാണ്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് അതായത് 66,844 റാങ്ക് വരെ വന്നിട്ടുള്ളത് NIT പുതുച്ചേരിയിലാണ്. സോ ഇതാണ് EWSൻ്റെ ഹോം സ്റ്റേറ്റ് കോട്ട. ഓക്കെ, സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് OBC NCL കോട്ടയുടെ അതർ സ്റ്റേറ്റ് കോട്ടയാണ് നോക്കാൻ പോകുന്നത്. സോ അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും NIT തൃച്ചിയാണ് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത്. OBC NCL മൊത്തം റാങ്കിങ്ങിൽ 369 അതിൻ്റെ ഉള്ളിലോ വരുന്നവർക്ക് മാത്രമാണ് NIT തൃച്ചിയിൽ കിട്ടുകയുള്ളൂ. ആൻഡ് തൊട്ട് താഴെ വരുന്നത് NIT സുരത്കലാണ്. അത് 532 റാങ്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 532 റാങ്ക് വരെ വരുന്നവർക്കാണ് NIT കർണാടക അതായത് സുരത്കലിൽ കിട്ടുകയുള്ളൂ. നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വരങ്കലുണ്ട് 679 വരെ, റൂർക്കേലുണ്ട് 1081 വരെ, NIT കാലിക്കറ്റ് ഉണ്ട് 1457 വരെ, സോ NIT അലഹബാദ് ഉണ്ട് 1605 വരെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ വരുന്ന ആളെന്ന് പറഞ്ഞാൽ NIT മിസോറാമാണ്. ഓക്കെ, സോ നിങ്ങൾ OBC റാങ്ക് മൊത്തം റാങ്കിൽ 11,783 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് കോട്ടയിൽ എവിടെ കിട്ടും NIT മിസോറാമിൽ കിട്ടും. സോ ഇതാണ് OBC NCLൻ്റെ അതർ സ്റ്റേറ്റ് കോട്ടയുടെ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം ഹോം സ്റ്റേറ്റ് കോട്ടയിലേക്ക് പോയേക്കോ OBCയുടെ. സോ NIT വാരങ്കലിൽ നോക്കുകയാണെങ്കിൽ 824. ഓക്കെ, സോ 824 റാങ്കിൻ്റെ ഉള്ളിൽ OBC ലിസ്റ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക്
എവിടെ ഹോം സ്റ്റേറ്റ് കോട്ട വരങ്കലുള്ള ആൾക്കാരൊക്കെ കിട്ടും. സോ ഓക്കെ, സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ NIT കാലിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് OBC NCL മൊത്തം റാങ്കിൽ 3220 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സുഖമായിട്ട് NIT കാലിക്കറ്റിൽ നമ്മളുടെ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ കിട്ടുന്നതാണ്. ഓക്കെ, സോ OBC NCL കോട്ട. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വരുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NIT സിക്കിമാണ്. അവിടെ 1,41,737 വരെ റാങ്ക് ഉള്ളവർക്ക് ആ സംസ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഹോം സ്റ്റേറ്റ് കോട്ടയുടെ ബേസിൽ കിട്ടുന്നതാണ്. ഓക്കെ, OBC NCL ആയിട്ടുള്ള ആൾക്കാർക്ക്. സോ ഇതാണ് ഹോം സ്റ്റേറ്റ് കോട്ടയുടെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞുള്ളത് OBC NCL. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, SCയുടെ അതർ സ്റ്റേറ്റ് കോട്ട എടുത്ത് നോക്കാം. NIT തൃശ്ശൂരി ആണെങ്കിൽ ഒരു 204 വരെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ NIT കാലിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 843 വരെ. അതായത് നിങ്ങൾ SC കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരാളാണെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു 843 ഉള്ളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIT കാലിക്കറ്റിൻ്റെ ഉള്ളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് മൊത്തം SC റാങ്കിൻ്റെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് NIT മിസോറാമാണ് വീണ്ടും ഏറ്റവും കുറവ് വരുന്നത്. 5269 വരെ എന്താണ് NIT മിസോറാമിൽ പോസിബിൾ ആണ് അഡ്മിഷൻ. ഓക്കെ, ഇനി ഹോം സ്റ്റേറ്റ് കോട്ട എടുക്കുകയാണെങ്കിൽ വരങ്കലാണ് ഏറ്റവും കുറവ് ഇതിൽ വരുന്നുള്ളത്. അതായത് 625 മൊത്തം SC റാങ്കിൻ്റെ 625 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്കാണ് NIT വരങ്കലിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, ആൻഡ് നമ്മളിനി നോക്കുകയാണെങ്കിൽ NIT കാലിക്കറ്റ് ഓക്കെ മൊത്തം SC റാങ്കിൻ്റെ 3043 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോം സ്റ്റേറ്റ് കോട്ടയുടെ ബേസിസിൽ നമുക്ക് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ പോസിബിൾ ആണ് SC കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, അവിടെ NIT സിക്കിമാണ് ഏറ്റവും കുറവ് ഇതിൽ വരുന്നത് 1,13,186. ഓക്കെ, ഇനി ST കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ NIT തൃച്ചിയാണ് 123 ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് വരുന്നത് NIT മിസോറാമാണ് 1943. ഓക്കെ, നമ്മളിനി അങ്ങനെ നോക്കുകയാണെങ്കിൽ NIT കാലിക്കറ്റിൽ നിങ്ങൾക്ക് മൊത്തം ST റാങ്കിൻ്റെ 269 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ വരുന്ന ആൾക്കാർക്ക് എന്ത് പോസിബിൾ ആണ്, NIT കാലിക്കറ്റിൽ പോസിബിൾ ആണ് ഹോം അതർ സ്റ്റേറ്റ് കോട്ട ബേസിസിൽ. ഓക്കെ, ഇനി നമുക്ക് ST കാറ്റഗറിയുടെ ഹോം സ്റ്റേറ്റ് കോട്ട എടുത്ത് നോക്കാം. സോ NIT കർണാടകയിലാണ് അതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് റാങ്ക് വരുന്നുള്ളത്. സോ അതായത് കർണാടകയിലുള്ള ആൾക്കാർക്ക് അഥവാ NIT സുരത്കൽ കർണാടകയിലുള്ള ആൾക്കാർക്ക് ST കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ഓൾ ഇന്ത്യ ST റാങ്ക് ആയിട്ടുള്ള 146ൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 146 വരെ വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIT കർണാടകയിൽ അഡ്മിഷൻ പോസിബിൾ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി NIT കാലിക്കറ്റ് അതായത് നമ്മളുടെ കേരളത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർ ST കാറ്റഗറിയിൽ പെടുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ST റാങ്കിൻ്റെ 4056 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, NIT കാലിക്കറ്റിൽ പോസിബിൾ ആണ്, അഡ്മിഷൻ പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഏറ്റവും ലീസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് NIT മിസോറാമാണ്. ഓക്കെ, ഇതിൽ ചെറിയ വാല്യൂവിൽ തെറ്റുണ്ട്. ഓക്കെ, സോ NIT മിസോറാമാണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതാണ് മൊത്തത്തിൽ നമ്മളുടെ CSC കിട്ടാൻ, അതായത് CSC ബ്രാഞ്ച് കിട്ടാനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ടോപ്പ് ടയർ NITകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനത്തെ NITസിൽ അഡ്മിഷൻ പോസിബിൾ ആവുകയുള്ളൂ. സോ ഇനിയുള്ള ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ CSC ബ്രാഞ്ച് തന്നെ കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആ വലിയ രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഏപ്രിൽ സെക്ഷനിൽ നല്ല മാർക്ക് വാങ്ങുക, നല്ല പെർസെൻറ്റേജ് വാങ്ങുക. എല്ലാവരും CSC ബ്രാഞ്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.